തെരഞ്ഞെടുക്കപ്പെട്ട സലാത്തുകൾ. ഇത് എഴുതിയത് ആരാ? അത് തന്നെ പാറന്നൂർ പി മൈദീൻകുട്ടി മുസ്ലിയാർ. ഇയാൾക്ക് ആരായിരിക്കും എത്ര ഇസ്ലാമിനെതിരെ എഴുതാൻ പൈസ കൊടുക്കുന്നത്? അല്ലാഹു അഅലം. കേട്ടോളൂ, തെരഞ്ഞെടുക്കപ്പെട്ട സലാത്തുകൾ പാറന്നൂർ പി മൈദീൻകുട്ടി മുസ്ലിയാർ, മദീന ബുക്ക് സ്റ്റാൾ, നരിക്കുനി. ഇതില് കേട്ടോളിട്ടോ, ഞെട്ടിപ്പോങ്ങൾ. നബിയെ സ്നേഹിക്കുന്നവരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരോട് ഇതിൽ പറയാ, ഈ അധ്യായത്തിൽ പറയാ. കേട്ടോളൂ, മുറബിയായ ഷെയ്ഖിന്റെ ഏറ്റവും ചുരുങ്ങിയ യോഗ്യത എന്താണ്? മുറബിയായ ഷെയ്ഖിന്റെ ഏറ്റവും ചുരുങ്ങിയ യോഗ്യത കേട്ടോ, വലിയ യോഗ്യതല്ല, മിനിമം ക്വാളിഫിക്കേഷൻ, ചെറിയ യോഗ്യത. അതെന്താ അറിയോ? തന്നെ ബൈഅത്ത് ചെയ്ത മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ്. അങ്ങനെ തന്റെ മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ്. എവിടെ നിന്നായാലും മുരീദ് തെറ്റ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ അത് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ ഷെയ്ഖിന് കഴിയണം. ഷെയ്ഖും മുരീദും ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോൾ മാത്രമല്ല, ഷെയ്ഖും മുരീദും രണ്ട് വ്യത്യസ്ത സ്ഥലത്താണെങ്കിലും സ്ഥിതി ഇത് തന്നെയാണ്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മുരീദ് സ്വർഗാവകാശിയായിരിക്കും, നരകത്തിൽ ഒരിക്കലും പോകേണ്ടി വരില്ല. അതാണല്ലോ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഒക്കെ ഓവറാ ഇസ്ലാമെന്ന് പുറത്ത് അല്ലെ? ഓവർഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക് ഒഴുകുക എന്നാണ്. ഇവരിതൊക്കെ ഇസ്ലാമെന്ന് പുറത്തേക്കാ, ഇസ്ലാമിന്റെ ഉള്ളിലല്ല. ഓവർ അല്ലേ? കളിക്കുമ്പോ നിങ്ങൾ കേട്ടില്ലേ? ഓവർ, എല്ലാം ഓവറാണ്, പുറത്തേക്കാണ്, ഉള്ളിലേക്കല്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ അനിസ്ലാമികത എന്താ അറിയുന്നത്? ശരിക്ക് പഠിക്കണേ, ശരിക്ക് ശ്രദ്ധിക്കണേ. എന്തൊക്കെയാണ്? മുറബിയായ ഷെയ്ഖിന്റെ ഏറ്റവും ചുരുങ്ങിയ യോഗ്യത എന്താ? തനിക്ക് ബൈഅത്ത് ചെയ്ത മുരീദ് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ലോകത്ത് എവിടെയാണ് ആ മുരീദെങ്കിലും ആ തെറ്റ് ഇയാൾ ഇവിടുന്ന് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, കാസർഗോഡുള്ള മുറബിയായ ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ ഒരു മുരീദ് ലബനാനിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഫ്രാൻസിലാണ്. അപ്പൊ അവിടുന്ന് അയാള് ഒരു ലോഡ്ജിൽ ഒരു പെൺകുട്ടിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഇങ്ങനെ വിചാരിച്ച് മനസ്സിൽ പ്ലാൻ ചെയ്യാം. അപ്പോ ഇവിടുന്ന് മുറബിയായ ഷെയ്ഖ് അപ്പൊ തന്നെ അത് മനസ്സിലാക്കി അയാളെ നിയന്ത്രിക്കും. കണ്ടോ? ഇത് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സുന്നി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഷിയായിസമാണ്. ഷിയായിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന പേർഷ്യകക്ഷികളാണ്. ഇത് ഈ സെന്നവസ്തു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് പേർഷ്യയിലെ. അത് അദ്വൈത സിദ്ധാന്തമാണ്, സൂഫികളാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയ ഞാൻ തന്നെയാണ് പടച്ചോൻ എന്ന് പറയും. ഇത് കണ്ടങ്ങള്, ഈ മുറബിയായ ശൈഖാര പടച്ചോനാണ്. അയാൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ റസൂലിന് പോലും കഴിഞ്ഞോ? റസൂലിന് കഴിഞ്ഞോ? ആലോചിക്കണം. ഇത് പാറന്നൂർ പി മൈദീൻകുട്ടി മുസ്ലിയാരാണ് ഇറക്കണേ. ഞാൻ ചോദിക്കട്ടെ, മാനാഭിമാനമുള്ള ഒരുത്തന് സുന്നിയാന്ന് പറയും ഉളുപ്പുണ്ടാവില്ല? ഞാൻ സുന്നിയാണ്, മാനാഭിമാനമുള്ള ഒരുത്തന് കേട്ടോ സുന്നിയാണെന്ന് പറയാം. എന്ത് സുന്നി? നശിച്ച് നരകത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചോ, നിനക്കതേ രക്ഷയുള്ളൂ. എന്റെ വാക്കിന് മൂർച്ചുണ്ട്, സത്യ. ഞാൻ അത്രയും ഈ തിന്മ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, ഖുർആനിനും സുന്നത്തിനും എതിരാണ് ഈ പ്രസ്ഥാനം, അള്ളാഹുവിന്റെ ദീനിനെതിരാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് അവരോടുള്ള ബന്ധം ശരിയല്ല, അത് നരകത്തിലേക്കുള്ള ബന്ധമാണ്. ഇത് കണ്ടോ? ഈ പുസ്തകം ഇക്കഴിഞ്ഞ 8-ാം തീയതി ഞാൻ വാങ്ങിയതാ. നേരത്തെ പറഞ്ഞ പുസ്തകം മാത്രമല്ല, ഇത് 8-ാം തീയതി വാങ്ങിയ പുസ്തകം. ഈ പുസ്തകത്തിൽ പറയാണ്, ഒരു ശൈഖിന് ഏത് സ്ഥലത്തുക്കുന്ന മുരീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറഞ്ഞ എന്തറിയോ? മോളെ, ഈ എവിടെ ആയാലും ഞാൻ നിന്നെ തെറ്റെന്ന് നിയന്ത്രിക്കുന്നല്ല. മോളെ, തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്താൽ നരകത്തിലായിരിക്കും. നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നബീന്റെ യോഗ്യത അല്ലേ ഈ മുറബിയായ ശൈഖിനെ കളക്കത്ര തരംതാന്ന് നിനക്കറിയോ? ഇസ്ലാമിൽ അള്ളാനെ ധിക്കരിച്ച, നബിയെ ധിക്കരിച്ച, അള്ളാനെ കൊച്ചാക്കിയ, നബിയെ കൊച്ചാക്കിയ, ആലിമുകളെ കൊച്ചാക്കിയ, സഹാബികളെ പുച്ഛിച്ച ലോകത്തിലെ ഏറ്റവും സംഘടിത സമൂഹം സുന്നി പ്രസ്ഥാനമാണ്. യഹൂദന്മാരല്ല, അല്ല. യഹൂദന്മാർ ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ആദർശങ്ങളെ കീക്കാൻ തൂക്കാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവർ പുറത്തുള്ള ശത്രുക്കളാണ്, ഇത് ഉള്ളിലെ ശത്രുക്കളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, കൃത്യമായ യഹൂദന്മാരുടെ പിന്തുണയും യഹൂദന്മാരുടെ സപ്പോർട്ടും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല. പൊന്നാനി പള്ളിയിലെ 15 കൊല്ലം ഒരു യഹൂദൻ ഇമാമായി നിന്ന ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിലുള്ളതാണ്. 15 കൊല്ലം. എന്നിട്ട് മനസ്സിലായില്ല.
മനസ്സിലായില്ല. അവസാനം എഴുതി വെച്ചു, ആ മക്കളെ ഞാൻ യഹൂദനായി, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എഴുതി വെച്ച് പോവുകയായി. മനസ്സിലായോ? സാധിക്കില്ല ഈ കൗമിന്, സാധിക്കില്ല ഈ കൗമിന്. ഈ കൗമ അങ്ങനെ വിശ്വസിച്ച കൗമാണ്. ഇനി നിങ്ങൾ കേൾക്കണോ? ഇതിൽ പറയാ എന്ത്? ശൈഖ് ഏത് ഭാഗത്താണെങ്കിലും ഈ മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങൾക്ക് നോക്കേ, നബിയുടെ കൂടെ നമസ്കരിച്ചു, നബിയുടെ കൂടെ ദീൻ പഠിച്ചു, നബിയുടെ കൂടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും സഹകരിച്ച മഹാനായ സാബിയാണ് മഹാനായ മായിസ് റളിയല്ലാഹു അൻഹു. മായിസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി. എന്നിട്ട് ഏതോ ഒരു സന്ദർഭത്തിലെ ദുർബല നിമിഷത്തിൽ ആ പെണ്ണുമായി മഹാനായ മായിസ് റളിയല്ലാഹു ബന്ധപ്പെട്ടു പോയി, വ്യഭിചരിച്ചു പോയി. സഹോദര, റസൂൽ അറിഞ്ഞില്ല, സഹാബികൾ അറിഞ്ഞില്ല, അബൂബക്കർ അറിഞ്ഞില്ല, ഉമർ അറിഞ്ഞില്ല, ഉസ്മാൻ അറിഞ്ഞില്ല, അലിയാർ തങ്ങൾ അറിഞ്ഞില്ല റളിയല്ലാഹു അൻഹുമാ. അവരാരും അറിഞ്ഞില്ല സഹോദര. അവരൊക്കെ മുറബ്ബിയായ ശൈഖാണോ? അവരൊക്കെ ശ്രേഷ്ഠതയുള്ളവരാണോ? അവര് മഹാന്മാരാണോ? അവരല്ലാഹു ഇഷ്ടപ്പെട്ടവരാണോ? അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണോ? ആലോചിച്ചു നോക്ക്. അവരുടെ കൂട്ടത്തിലെ ചില സഹാബിമാർ തെറ്റ് ചെയ്തിട്ട് അവർക്കറിയാൻ കഴിഞ്ഞില്ല. അവർ റസൂലിനോട് ഏറ്റു പറയുമ്പോൾ മാത്രമാണ് റസൂലിനറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാറന്നൂർ പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഇസ്ലാം പഠിച്ച ആളല്ല, ഇസ്ലാമിന്റെ ആളല്ല, ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണ്. അറിഞ്ഞോ അറിയാതെയോ അയാൾ ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിനെതിരാണ് അവരുടെ കിതാബ്. ഈ കിതാബ് വായിച്ച് ദീന് സ്വീകരിച്ചാൽ നാളെ നരകത്തിലാണ്. ഖുദൂഹു ഫഹുല്ലു സുമ്മൽ ജഹീമ സല്ലു. പിടിക്കടോ അവനെ, പിടിച്ച് നരകത്തിലേക്ക് എറി എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ പറയും. അലം യഅതികുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ്സഗീർ. അല്ല കൂട്ടരെ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഞാനത് ഓർക്കുമ്പോ ഇതൊക്കെ പറഞ്ഞുതരാൻ ഏതെല്ലാ ജില്ലയിലും പാവപ്പെട്ട മുജാഹിദുകളെ ചെന്നു.